ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട് സ്വാഗതം. നമ്മളുള്ളത് ജെജിയാങ്ങിലെ ഷാവ്സിംഗ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓഫീസും സംഭവങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വരുന്നത്. യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്തേക്ക്, പിന്നെ യൂണിവേഴ്സിറ്റീൻ്റെ അപ്പുറത്തേക്ക് കുറേ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ബൈക്ക് പാർക്കിംഗ് വരുന്നത്. നമ്മുടെ അമിത ഫസ്റ്റ് വന്നിട്ട് തന്നെ ചൈന വന്നിട്ട് ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇരിക്കുന്നു അമിതയുടെ വണ്ടി. പവർ ഈസ് ഹിയർ. അപ്പോൾ ഒരു കുഞ്ഞ് സ്കൂട്ടറൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ചൈനയിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരുവിധം എല്ലാ സ്റ്റുഡൻസും ചൈനീസ് സ്റ്റുഡൻസൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് കാണാം. ഇവിടെ എല്ലാവരുടെയും ഈ ഒരു വണ്ടിയാണ് കേട്ടോ. ഏകദേശം 40-45 കിലോമീറ്റർ മൈലേജും കിട്ടും. അധികം അങ്ങനെ സ്പീഡൊന്നുമില്ല. നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റിയൊരു വണ്ടി. ഇതിൽ രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാനും കയറി ഇരിക്കാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി യാത്ര പോവുകയാണ്. ക്യാമ്പസ് ടൂർ പോലെ നമ്മൾ ഈ ഷാവ്സിംഗ് യൂണിവേഴ്സിറ്റി വന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ യാത്ര വരുന്ന ക്യാമ്പസ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള റോഡുകളാണ് കേട്ടോ. പിന്നെ ഈ ഷാവ്സിംഗ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് റിവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റിവർ പോകുന്ന വഴിയൊന്നും ഇവർ മുടക്കാതെ തന്നെ ഷാവ്സിംഗ് യൂണിവേഴ്സിറ്റിയിൽ കൂടെ റിവർ പാസ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഷാവ്സിംഗ് യൂണിവേഴ്സിറ്റിൻ്റെ റിവർ. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം ചൈനീസ് ഡോമെട്രീസാണ് അങ്ങോട്ട് വരുന്നത്. ചൈനീസ് സ്റ്റുഡൻസിൻ്റെ ഡോമാണ് അപ്പുറത്തേക്ക് വരുന്നത്. ഈ ക്യാമ്പസിനെ രണ്ടായിട്ടാണ് വരുന്നത്, അതായത് പുഴയുടെ അപ്പുറവും ഇപ്പുറവും. ഇതാണ് ഷാവ്സിംഗ് യൂണിവേഴ്സിറ്റീൻ്റെ ഡോമെട്രി വരുന്നത്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഡോമെട്രി വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും കുറേ ഗാർഡൻസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്. ഇന്നൊരു സണ്ണി ഡേ ആണ്. ഏകദേശം ടെമ്പറേച്ചർ ഇപ്പോൾ 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇവിടെ വിൻ്റർ ടൈം ആണ്. രാത്രി ആയി കഴിഞ്ഞാൽ 8 ഡിഗ്രീസും 6 ഡിഗ്രീസും വരെയൊക്കെ പോകുന്നുണ്ട്. ഇതിപ്പോൾ ആൾക്കാർ ഡ്രസ്സൊക്കെ ഉണക്കാൻ നിൽക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഇവിടെ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഡോമെട്രീനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഡോമെട്രി എന്ന് പറയുമ്പോൾ ഏകദേശം 2 പേരാണ് ഒരു റൂമിലുള്ളത്. ഒരു മാസത്തെ റെൻറ്റ് എന്ന് പറയുന്നത് 500 യുവാൻസ് അങ്ങോട്ട് വരുന്നുള്ളൂ ഒരു സ്റ്റുഡൻറ്റിന്. പിന്നെ ഡോമിനോട് ചേർന്നിട്ട് തന്നെ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റുഡൻറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഫുൾ ഇനി സ്റ്റുഡൻ്റ് ആണ് ഇനി മൊത്തം സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഇനി മൊത്തം സംസാരിക്കും. ഹായ്, ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഞാൻ അമൃത, കൊല്ലത്തുനിന്ന് വരുന്നത്. BBA പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ പഠിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഷാവ്സിംഗ് യൂണിവേഴ്സിറ്റിയിൽ ചൈനീസ് പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മുന്നേ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ കൺട്രീസിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് നോക്കിയത് UK നോക്കിയിട്ട് അവിടെ ഭയങ്കര ഫീസും നമ്മൾ 22 lakhs ഒക്കെ അക്കൗണ്ടിൽ കാണിക്കണം. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിച്ചു. ജർമ്മൻ A1 പഠിച്ചു, A2 പഠിച്ചു. എന്നിട്ട് എക്സാം എഴുതാനായിട്ട് ഡേറ്റ് കിട്ടില്ല. അപ്പോൾ പിന്നെ അതും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ചെക്കിലേക്ക് കൊടുത്തിട്ട് 6 monthsോളം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും വന്നില്ല. വർക്ക് പെർമിറ്റിനാണ് കൊടുത്തത്, അതൊന്നും വന്നില്ല. പിന്നെ അവിടെ ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് ആണ്. ഓക്കെ. വിസ റിജക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് വിഡ്രോ ചെയ്തു ഞാൻ. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇവിടെ കൊടുത്തേ, ഈ ചാനലിൽ കൊടുത്തേ, ചൈനയിലോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ ചൈന എന്നുള്ള പ്ലാൻ വന്നത് എപ്പോഴായിരുന്നു? എങ്ങനെ ചൈനയിലോട്ട്? ഇപ്പോൾ ആദ്യം യൂറോപ്യൻ കൺട്രീസ് ആണ് നോക്കിയിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ചൈന അധികം ആരും അങ്ങനെ ചൂസ് ചെയ്യാത്തതാണ്. MBBS മാത്രമാണ് ചൈന എല്ലാവരും ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ചൈന എന്നുള്ള ഒരു ഇത് വന്നത്? എനിക്ക് 3rd സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ആഗ്രഹമാണ് ചൈന. 3rd സ്റ്റാൻഡേർഡ് തൊട്ടിട്ടോ? അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിന് ഓപ്പോസിറ്റുള്ള ഒരു അങ്കിള് ചൈനയിലുള്ള ആള് കെട്ടിയേക്കുന്നത് ഇവിടുത്തുള്ള ആളെയാണ്, ചൈനക്കാരിനെ. അപ്പോൾ പണ്ട് വെക്കേഷൻ ആ ചേച്ചി നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പോലെ ഇങ്ങനെ കുറേ ഇവിടുത്തെ മൂണൊക്കെ എന്തോ ഡിഫറെൻ്റ് അല്ലേ? ഇവിടെ മൂൺ ഫെസ്റ്റിവൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മൂൺ ഫെസ്റ്റിവൽ, ഇവിടുത്തെ മറ്റേ ന്യൂ ഇയറിൻ്റെ കാര്യങ്ങളും. പിന്നെ ഇവർ തലയിലൊരു സാധനം കുത്തുള്ളൂ, ഇങ്ങനെ അത് കൊണ്ട കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം. അത് ഹാൻഡ് ഫൂ എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂം ഉണ്ട് ഗൈസ്. ഹാൻഡ് ഫൂ ഡ്രസ്സ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഹാൻഡ് ഫൂ ഒക്കെ ട്രൈ ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടും. അപ്പോൾ ഹാൻഡ് ഫൂ ഫുൾ കോസ്റ്റ്യൂം അവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് തരും. പിന്നെ ഇവിടുത്തെ ന്യൂ ഇയർ വരുന്നത് January 15th ശേഷമാണ് ന്യൂ ഇയർ വരുന്നത്. ഏകദേശം 10-15 ദിവസമാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോസിൽ ഇനി വരും ദിവസങ്ങളിൽ കാണാം. ജനുവരി ആവാറായല്ലോ. അതും പിന്നെ ചോപ്സ്റ്റിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ ആ ചേച്ചി എന്നോട് ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞു തരും. അപ്പം ഞങ്ങൾ രാത്രി സംസാരിക്കും. എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ അവർ വീട്ടിൽ പോകും. അവർ നമ്മൾ വീടിനെ തൊട്ടടുത്താണ് ഒരു വാടക വീട് എടുത്തിട്ട് അവിടെ താമസിക്കുന്നത്. അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇവരിങ്ങനെ ചൈനീസ് പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് ഈ അതിനെന്താ പറയൂല, മറ്റേ റെഡ് കളർ സാധനം
ലാൻഡാണ് ലാൻഡൻ അതൊക്കെ ആ ഒരു വീട് മൊത്തം തൂക്കിയിട്ട് ലൈറ്റൊക്കെ ആയിട്ട് നാട്ടില് ആള് കൊണ്ടുവരുമല്ലോ അതൊക്കെ കുറെ പേനയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാം സെറ്റപ്പ് ആക്കും. എന്നിട്ട് ഡാൻസ് കളിക്കും. ഞങ്ങൾ ഇന്ത്യൻ ഇത് പറയും, ഇന്ത്യൻ കസ്റ്റംസ് കാണിക്കും, അവരവരുടെ കസ്റ്റംസ് കാണിക്കും. അങ്ങനെ കൾച്ചർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ശരിക്കും. ചൈനീസ് കൾച്ചർ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ. അങ്ങനെ അവർ പോവാനായി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പോയപ്പോൾ ഒരു ഫോട്ടോ പ്രിന്റ് എടുത്തു തന്നു. അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ഫോട്ടോ. എന്നിട്ട് എല്ലാ വീടുകളിലും റെഡ് പ്രിന്റ് ചെയ്തു അത് കൊടുത്തിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. അപ്പൊ തുടങ്ങിയ ആഗ്രഹമാണ് എനിക്ക് വരണം. അത് ഏത് ഇയർ ആയിരുന്നു? ഞാൻ 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. അപ്പൊ എത്ര എന്തായാലും ഒരു 10 വർഷം 14 വർഷം 14 വർഷം മുന്നുള്ള ആഗ്രഹം നമ്മളിപ്പോ സഫലീകരിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് +2 കഴിഞ്ഞപ്പോ വീട്ടുകാരോട് ചോദിച്ചു, ഞാൻ അവിടെ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്, അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഓക്കെ. ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. ചൈന വന്നിട്ട് ഫസ്റ്റ് ലൈക്ക് ആദ്യം തന്നെ എയർപോർട്ടിൽ ഇറങ്ങി ടാക്സി എടുത്തപ്പോ എന്ത് തോന്നി? നമ്മൾ ചിന്തിച്ചതിന്റെ പറഞ്ഞോളൂ. ഞാനൊന്നും പറഞ്ഞു കണ്ടിട്ട് ഞാനിങ്ങനെ ഓരോ വണ്ടികൾ കാണുന്നു. ഇപ്പൊ തന്നെ എന്തൊരു കുഞ്ഞു വണ്ടികൾ തന്നെ പിള്ളേർക്ക് ഓടിക്കാനുള്ള ഇലക്ട്രിക് വണ്ടികൾ എല്ലാം ഭയങ്കര സെറ്റപ്പ് തന്നെ ഇവിടെ. സെറ്റപ്പ് തന്നെ. അത് വന്നവർക്കാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടു കഴിഞ്ഞാൽ എല്ലാതും മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡും പിന്നെ ഇവർ ആ നാട്ടിലുള്ളവർ എന്താ പറയാ, ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തവളനെയും പല്ലിനെയും ഒക്കെ തന്നെ കഴിക്കുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, എനിക്ക് വലിയ കുഴപ്പമില്ല. അതെ, നമുക്ക് നോർമൽ ആൾക്കാർ, കാരണം ഈ പല്ലി തവളയൊക്കെ കിട്ടുന്ന സ്ഥലം ആകെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ, കഴിച്ചോട്ടെ. പക്ഷെ ഈ പാമ്പിനൊക്കെ കിട്ടുന്ന സ്ഥലം ആകെ യുനാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്ത്യൻസ് പുറത്തു പോയി ഇന്ത്യൻസ് ഓക്കെ പട്ടിയിറച്ചി കഴിക്കുന്നു പറഞ്ഞാൽ അത് നാഗാലാൻഡിൽ മാത്രമേ കഴിക്കുള്ളൂ. നാഗാലാൻഡിൽ പട്ടിയിറച്ചി കഴിക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ യുനാൻ പ്രൊവിൻസിൽ അങ്ങനെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഇതൊക്കെ. അങ്ങനെ കോമൺ ആയിട്ട് ഒരു കൺട്രീനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് മൊത്തം ഡിഫറൻസ്. എനിക്ക് ഓൾറെഡി അറിയാലോ, ഞാൻ 3rd സ്റ്റാൻഡേർഡ് തൊട്ടത്തിന്റെ റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ എന്താ, പണ്ടൊക്കെ നമുക്ക് കട ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ ഫോട്ടോ പ്രിന്റ് എടുക്കും. അത് എന്തിനാണെന്നറിയോ, ഈ ചൈനീസ് പെണ്ണുങ്ങളില്ലേ ഇതുപോലത്തെ പെൺപിള്ളേരുടെ ഒക്കെ ഫോട്ടോ ഇതിൽ ക്രോമിൽ കയറി നോക്കിയിട്ട് പപ്പ ചായ കുടിക്കാൻ പോകുന്ന നേരം നോക്കി അത് പ്രിന്റർ ഫോട്ടോ എല്ലാം എടുത്ത് പ്രിന്റ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്ത് ഓരോ ബുക്കിന്റെ ഇടയിലും മതിലൊക്കെ ഒട്ടിച്ചു. മതിലിൽ അങ്ങനെ അധികം ഒട്ടിക്കില്ല, കാരണം അമ്മ ഉണ്ടതിനെ വലിച്ചു കയറി കളിക്കും. അപ്പൊ ഫോട്ടോന്റെ ഒക്കെ ബുക്കിന്റെ ഒക്കെ ഇടയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ അതാണ് ചൈനീസ് ഒരു ആഗ്രഹവും ചൈനീസ് കൾച്ചറും കണ്ടിട്ടൊക്കെയാണ് ഇഷ്ടമായിട്ട് ചൈന അപ്ലൈ ചെയ്യാൻ വന്നത്. പിന്നെ നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടിയല്ലോ. അപ്പൊ കുറെ റിസർച്ച് ചെയ്ത് ചൈനയിൽ നിന്ന് പിന്നെ കൊറിയയിലേക്ക് എത്തി. K-ഡ്രാമ, K-പോപ്പ് അതൊക്കെ കണ്ടിട്ട് പിന്നെ ഫുള്ള് കൊറിയൻ ആയിരുന്നു. കൊറിയയുടെ കാര്യങ്ങളും കൊറിയന്റെ റിസർച്ച്, അതായത് കൊറിയൻ ഡ്രാമ, കൊറിയൻ പാട്ട്, K-പോപ്പ് എല്ലാം അതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 12th കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയി, പ്രസിഡൻസി പോയി BBA പഠിക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങ് ഇല്ലാണ്ടായി. ഉള്ളിലുണ്ട്, പക്ഷെ എന്നാലും വലിയ കാര്യമായിട്ട് ഇതിനെ പറ്റി റിസർച്ച് ചെയ്തൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എന്തായാലും പുറത്ത് പോകാന്നുള്ള ഇതായി. +2 കഴിഞ്ഞിട്ട് BBA കഴിഞ്ഞ് പുറത്ത് പോകാമെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് UK നോക്കി, അത് നടന്നില്ല. ജർമ്മനി നോക്കി, അത് നടന്നില്ല. ചെക്ക് നോക്കി, അത് നടന്നില്ല. ഇതൊക്കെയാണ് ചൈനീസ് കൾച്ചറും ചൈനീസ് എക്സ്പീരിയൻസും. എങ്ങനെ ചൈനയിലോട്ടുള്ള ആ ഒരു ആഗ്രഹം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഫ്രണ്ട്സ്. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഡോക്ടർ ലീ വ്ളോഗ്സിനെ കണ്ടുപിടിച്ചു? ഞാൻ എങ്ങനെ ജർമ്മനിയിൽ പബ്ലിക് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, അപ്പം ഞാനിങ്ങനെ ഓർത്തു അതേപോലെ എവിടേക്കാണ് പബ്ലിക് എഡ്യൂക്കേഷൻ ഉള്ളതെന്ന് ഓർത്തിട്ട് ക്രോമിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് അപ്പം കുറേ കണ്ട്, ഇറ്റലി കണ്ട്. അങ്ങനെ അതൊക്കെ കിടക്കുന്നു നമ്മളെ ചൈന അതിൻ്റെ ഇടയിൽ. അപ്പോൾ കുറേ നാളായിട്ട് അതിങ്ങനെ മറന്നു കിടക്കായിരുന്നല്ലോ, അത് പിന്നെയും വന്നു. എന്നാൽ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ യൂട്യൂബിൽ ഞാൻ തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. യൂട്യൂബിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ നോക്കി, ചൈന മലയാളം വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഒരു വീഡിയോ വന്നു. അപ്പം ഞാൻ കുറേ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് എന്നിട്ട് ഇതൊന്നും കണ്ടില്ല. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ എന്താ നല്ല ബ്രൈറ്റ് കളർ അല്ല, റെഡും കണ്ടില്ലായിരുന്നു. അപ്പം ബ്രൈറ്റ് കളർ ആയിരുന്നുകൊണ്ട് ഞാൻ വെച്ചാൽ ബാക്കിയില്ലാതെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദിക്കാരൊക്കെ സെൽഫി എടുത്ത് അങ്ങനെ ഇടില്ലേ, അപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ പകുതിയെ ശരിക്കും കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ 6 മിനിറ്റ് എങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നമ്പർ കണ്ടപ്പോൾ ഉടനെ ചാടിപ്പോയി അതിനകത്തേക്ക് മെസ്സേജ് അയച്ച്. പിന്നെ എനിക്ക് ഒന്ന് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് വിളിക്കാമെന്നെന്തോ പറഞ്ഞു, ഡ്യൂട്ടിയിലാന്ന് അങ്ങനെ എന്താ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. പിന്നെ എന്തോ ജെനുവനായിട്ട് തോന്നി. അപ്പം ഞാൻ വെച്ചാൽ അമ്മ കൊടുക്കാം. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലും കുഴപ്പമില്ല, എന്നാൽ പിന്നെ കൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എനിക്ക് ഒന്ന് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്തു എന്ന് തോന്നുന്നല്ലേ. ആപ്ലിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കുൻമിങ് യൂണിവേഴ്സിറ്റിയിലോട്ട് കൊടുത്ത് ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാമാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാം എടുത്തിട്ട് പിന്നെ നമ്മൾ മാസ്റ്റേഴ്സ് നോക്കാന്നുള്ള പ്ലാനിലായിരുന്നു.
അപ്പം കുൺമിങ്ങിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ എത്ര നാൾ ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് അവിടെ അത് വന്നില്ല, അപ്ഡേറ്റ് കിട്ടിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് പാരലായിട്ട് ഒരിടത്തും കൂടെ കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇവിടെ കൊടുത്തത്, ഷാവോശങ്ങളിൽ കൊടുത്തത്. ഇവിടെ കൊടുത്ത പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ അങ്ങാണ്ട് ഇത് വന്നു, ആപ്ലിക്കേഷൻ നോട്ടീസ് വന്നു. അഡ്മിഷൻ നോട്ടീസ് വന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ JW വന്നു. JW വന്നിട്ട് നമ്മൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ വിസാൻ്റെ ആപ്ലിക്കേഷൻ നടത്തി. 2 ദിവസം നമ്മൾ ട്യൂസ്ഡേ നമുക്ക് JW വന്ന്, പിന്നെ വെനസ്ഡേ തേഴ്സ്ഡേ ആകുമ്പോഴേക്കും നമ്മൾ ഫുള്ള് ചെയ്ത് തേഴ്സ്ഡേ ആപ്ലിക്കേഷൻ എനിക്ക് അയച്ചു തന്നു വിസാൻ്റെ. പിന്നെ മൺഡേ നേരെ ഡൽഹിയിലോട്ടുള്ള വിസാൻ്റെ കാര്യങ്ങൾ. മൺഡേ അല്ലല്ല, അതെ മൺഡേ ഡൽഹിയിലോട്ട് വിസ ചെയ്തു. മൺഡേ വൈകിട്ടുള്ള ട്രെയിൻ. അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞ് വിസാൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം പ്രിൻ്റ് എടുത്ത് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കുറേ ഓടിയില്ലേ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞു. അതെല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് നടന്നു, എംബസിയിലാണെങ്കിലും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കും, എത്ര രാത്രി പാതിരാത്രി വിളിച്ചാലും ഫോൺ എടുക്കും. അത് നമുക്ക് ഭയങ്കര ജെന്യുവിനിറ്റി തോന്നി അത് കാരണം. അങ്ങനെ അത് വിസ ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു. അത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് പാസ്പോർട്ട് അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത് വരാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഫ്രൈഡേ ആയപ്പോഴത്തേക്കും പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് വന്ന് ഫ്രൈഡേ തന്നെ അടുത്ത ടിക്കറ്റ് എടുത്ത് 28-ന് ടിക്കറ്റ് എടുത്ത് 29 ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടും വന്ന് എയർപോർട്ടിൽ പിക്കപ്പും പിന്നെ നമ്മൾ ഫസ്റ്റ് ദിവസം നമുക്ക് ഇവിടെ ഡോമിറ്ററിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് വേറെ ഹോട്ടലൊക്കെ എടുത്ത് വന്ന് എല്ലാതും സേഫായിരുന്നു. കറക്റ്റ് ടൈമിന് പിക്ക് ചെയ്യാനും ഒക്കെ വന്ന് എല്ലാം ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ സിം എടുക്കാനായിട്ട് കുറേ പാടുപെട്ടു. സിം എടുക്കാൻ നമുക്ക് ഭാഷ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ ആള് നല്ല ചൈനീസായിരുന്നു, ഇങ്ങനെ കാണുന്ന പോലെ നല്ല കളകളകളകളാന്ന് പറഞ്ഞിട്ട് എന്താണ് ജീമ്പൂബയോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ അവയൊക്കെ വളച്ചെടുത്തിട്ട് ഇത് സിം എടുത്തു. സിമ്മിൽ എന്തോ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. സിമ്മിൽ അവർക്ക് പേയ്മെന്റിന്റെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു. പിന്നെ അത് ആ സെയിം നമ്പറിൽ വിചാറ്റ് അക്കൗണ്ട് വേറെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറേ എനിക്ക് മനസ്സിലാവുന്നില്ല, ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഒരു 2 മണിക്കൂർ എങ്ങാണ്ട് അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാങ്ക് അത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വന്നു. ഒരു ബാങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, അവിടെ പിന്നെ സർനെയിം ഇല്ലാത്തതുകൊണ്ട് നടന്നില്ല. എന്നിട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് ഡോർമിലേക്ക് ആയിട്ട് എല്ലാ ഡോമൊക്കെ വന്ന് കണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കസാക്കിസ്ഥാനിലുള്ള കുട്ടി. ഡോമൊക്കെ അടിപൊളിയാണ്, ഏരിയ ഒക്കെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഭയങ്കര എന്താ ഈ സിറ്റി ഭയങ്കര പീസ്ഫുൾ ഒരു സിറ്റി, ശാന്തതയൊക്കെ ഭയങ്കര ശാന്തത. എന്നിട്ട് നമ്മൾ ബാങ്കിൽ പോയി 5 മണി വരെ ഇവിടെ ബാങ്കുള്ളൂ. ബാങ്കിൽ പോയി എല്ലാതും ചെയ്തു. ഞങ്ങൾ 3 ബാങ്ക് കയറി ഇറങ്ങി. കാരണം അമിതയ്ക്ക് സർനെയിം ഇല്ല, അമിത എന്ന് പറഞ്ഞ ഒറ്റ പേരേ ഉള്ളൂ. അത് പാസ്പോർട്ടിൽ സർനെയിം ബ്ലാങ്ക് ആണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ഗിവൻ നെയിം തന്നെ കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഇവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം വെച്ചെങ്കിൽ സർനെയിമും അത്യാവശ്യമാണ്, ഗിവൻ നെയിമും അത്യാവശ്യമാണ്. അതായത് കൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് ഓഫ് ചൈന തുടങ്ങാൻ പറ്റിയില്ല, ഹൗസിംഗ് ബാങ്ക് തുടങ്ങാൻ പറ്റിയില്ല. അവസാനം എന്നിട്ട് 4:45 ആയപ്പോഴാണ് നമ്മൾ ബാങ്ക് ഓഫ് കൺസ്ട്രക്ഷനിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് ചൈന കൺസ്ട്രക്ഷൻ ബാങ്കിലെത്തി. നമ്മൾ അവിടെ നിന്നാണ് അവിടെ കുറേ നേരം ഇരുന്ന് ലാസ്റ്റ് അവർ 5:15 അവരെല്ലാം അടച്ച് 5 മണിക്ക് അവരെല്ലാം അടച്ച് 5:15 ആയപ്പോഴാണ് അവസാനം ബാങ്ക് റെഡി ആയത്. കാരണം ബാങ്ക് ഇല്ലാണ്ട് ഇവിടെ ഒന്നും തന്നെ നടക്കൂല. അതെ, അതെല്ലാം ലിങ്ക് ചെയ്യണം. ഈവൻ നമുക്കൊരു ഫുഡ് മേടിക്കാൻ എവിടെയും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യൂല. ഒരു വിധ സ്ഥലത്തൊന്നും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ബസ് എടുക്കാനായിക്കോട്ടെ, മെട്രോ എടുക്കാനായിക്കോട്ടെ, സൈക്കിൾ എടുക്കാനായിക്കോട്ടെ, എന്തിനും ബാങ്ക് അത്യാവശ്യമാണ്. ബാങ്ക് കിട്ടിയപ്പോൾ സമാധാനമായി. കുറേ വള്ളികൾ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് 5:15 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വീച്ചാറ്റൊക്കെ റെഡിയാക്കി. അതായത് ഞങ്ങൾ സ്കൂട്ടർ എടുക്കാൻ പോയി. വന്ന ദിവസം തന്നെ സ്കൂട്ടർ എടുക്കണം. സ്കൂട്ടറില്ല, ഫെറാറി അതെ അവിടെ ഇരിക്കുന്നുണ്ട് ഫെറാറി. എന്നിട്ട് അതും പോയി എടുത്ത് പിന്നെ വന്നു. അവരും അതേ രീതിക്ക് നല്ല രീതിക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് ഓരോ നോക്കാൻ കുറേ എനിക്ക് എഴുതിയൊക്കെ അയച്ചു തന്നു എല്ലാ കാര്യങ്ങളൊക്കെ. അതന്നെ. അപ്പൊ അതില് സാറ്റിസ്ഫൈഡ് ആണോ? ഒരു 10-ൽ എത്ര സാറ്റിസ്ഫൈഡ് ആണ്? 100%. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. വേറെ സ്റ്റുഡൻസിൻ്റെ അടുത്ത്, ഇനി വരാൻ പോണ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ചൈന നോക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും? എല്ലാവരും വരിക. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് ഒരു തവണ കണ്ടു കഴിയുമ്പോൾ മാറും. വേസ്റ്റിൻ്റെ ഒക്കെ ഞാൻ ഇത് ഭയങ്കര എന്താണ് പറയുക, കൾച്ചർ ഷോക്കായി പോയി. അതെ, എന്തായിരുന്നു നമ്മൾ പുറത്ത് എവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അപ്പുറത്തെ കടയിൽ ഒരു ആൻറ്റി വന്നിട്ട് ഇപ്പുറത്തെ കടയിലാണ് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഒരാൾ നടന്നപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ആൾ പോക്കറ്റിൽ നിന്നോ വീണ്. അപ്പുറത്തെ കടയിൽ ആൻറ്റി ഇറങ്ങി വന്ന് റോഡ് ക്രോസ് ചെയ്ത് അതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ട്. പിന്നെ ഇവിടെ എന്താ വേറെ ഒരു വേസ്റ്റ് ഇടുമ്പോൾ ഒന്നും കാണാനില്ല. ഭയങ്കര നീറ്റും ക്ലീനും. ആൾക്കാരും അതെ എയർപോർട്ടിൽ വെച്ച് അങ്ങനെയായിരുന്നു.
എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ചിരിച്ച് സംസാരിച്ച് നമ്മളെ കാണുമ്പോൾ ഹായ് ഹലോ നീ ഹാവ് എന്നൊക്കെ പറഞ്ഞു. നല്ല രസമാണ്. എനിക്ക് പിന്നെ ഓൾറെഡി ഇഷ്ടമുള്ള രാജ്യമായതുകൊണ്ട്. എത്ര കാലം ചൈനയിൽ നിൽക്കാൻ താല്പര്യമുണ്ട്? സെറ്റിൽ ആവാനാണ് താല്പര്യം. ഓക്കെ, അപ്പോൾ നല്ലൊരു തീരുമാനമാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ കരിയർ. താങ്ക് യു. ബൈ.